Why is EdTech growing so fast in recent years? എഡ്യൂക്കേഷൻ സെക്ടറും അതുപോലെ തന്നെ മെഡിക്കൽ സെക്ടറൊക്കെയും വേൾഡിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൊമെയിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡൊമെയിനുകളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ടെക്നിക്കൽ ഇൻവോൾവ്മെൻറ്റും അതല്ലെങ്കിൽ വേൾഡ് വൈഡുള്ള നോളജ് ഷെയറിങ്ങും ഒക്കെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു എഡ്ടെക് ഫീൽഡിൽ ഈ ടെക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഗ്രോത്തിനെ നമുക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കോവിഡൊക്കെ വന്ന സമയത്ത് കുട്ടികളെല്ലാവരും ലോക്ക്ഡൗണിലേക്ക് പോയ സമയത്തൊക്കെയും നമുക്കറിയാം ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് എല്ലാവരും തന്നെയും എഡ്യൂക്കേഷന് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടെക്കിൽ ഭയങ്കരമായുള്ള ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഹൈബ്രിഡ് ലേണിംഗ് പോലുള്ള മോഡലുകളൊക്കെയും ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ വേൾഡ് വൈഡുള്ള ഏറ്റവും ബെസ്റ്റായുള്ള ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകളും അവരുടെ അടുത്തു നിന്നുള്ള നോളജുകൾ ഷെയർ ചെയ്യപ്പെടുകയും അത് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ട്. എഡ്ടെക് ഫീൽഡിൽ 2025 വന്നിരിക്കുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് 404 ബില്യണോളം ഗ്രോത്താണ് വന്നിട്ടുള്ളത്. എഡ്ടെക്കിൽ ഈ ഗ്രോത്ത് ഈ സീസണിൽ വരാനുള്ള കാരണം കോവിഡിൻ്റെ സമയത്ത് വന്നിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ പീരീഡിൽ 48% യൂസേജ് ഇ ലേണിങ്ങിന് വന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു 10 years ഓഫ് എക്സ്പീരിയൻസിൽ മനസ്സിലാക്കുന്ന ഒരു ഗ്രോത്തിനുള്ള മെയിൻ കാരണം എന്നുള്ളതാണ്.